മർക്കടമുഷ്ടി വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങളും ആണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മർക്കടമുഷ്ടിയുടെ ഒരു ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മീഡിയേഷൻ വഹിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ അവരുടെ ഫാദർ ഒരുപാട് സ്വത്തുണ്ടാക്കി. ഒരുപാട് സ്വത്തുണ്ടായതിൻ്റെ പേരിലുള്ള തർക്കങ്ങളായി, ബന്ധങ്ങൾ വഷളായി. 3 പേരാണ് ആ കുടുംബത്തിലുള്ളത്. 3 പേർക്കും തമ്മിൽ ഒരടുപ്പമില്ല. അതിനകത്തുള്ള അവരുടെ ഭാര്യ, അതായത് ഈ സഹോദരങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അമ്മ മാറി മാറി ആരോടാണ് ഇടയ്ക്ക് അടുപ്പം, അപ്പുറത്തേക്ക് മാറും ഇപ്പുറത്തേക്ക് മാറും. ഒരു ടോസ്റ്റ് മദർ എന്ന് ഞാൻ പറയും, അതങ്ങനെ നടക്കുന്നു. അപ്പം ഞാനിവരുടെ ഈ വസ്തു തർക്കം പരിഹരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഞങ്ങൾക്കതൊന്ന് വീതം വെച്ച് കഴിഞ്ഞാൽ ഓരോ വഴിക്ക് പിരിയാം എന്നൊക്കെ പറയും. അപ്പം മരണപത്രം 1, 2 മരണപത്രം, പിന്നെ ഒരു സെറ്റിൽമെൻറ്റ്, ഇത് 3 ഉണ്ടായിട്ടും നടന്നില്ല. അതിൻ്റെ കേസുകളും ഒക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപ വക്കീൽമാർക്ക് മാത്രം ചെലവാക്കിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ഇത് എത്തുന്നത്. അപ്പോൾ 2 കൂട്ടർക്കും ആഗ്രഹമുണ്ട് ഇത് എങ്ങനെയെങ്കിലും തീരണമെന്ന്. 3 കൂട്ടർക്കും ആഗ്രഹമുണ്ട് എങ്ങനെയും തീർക്കണമെന്ന്. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറുമല്ല. മർക്കടമുഷ്ടി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഫാദറിൻ്റെ ഒരു പടം എനിക്ക് തരാമെന്ന് ചോദിച്ചു. ഒരു ദിവസം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഫാദറിൻ്റെ പടം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഫാദറിൻ്റെ പടം മേശപ്പെടുത്തും വെച്ചു. ആ ഫാദർ ഇതിനകത്ത് ലിസണിങ് മെമ്പറാന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി 4 പേർക്കും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി. ദൈവമുണ്ട്, മറക്കരുത്. അപ്പം 5 പേരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളതെന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ 6 പേരാണ്. ഇതൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് അവരുടെ ആന്തരിക നേത്രങ്ങളും തുറക്കാൻ വേണ്ടി, മനസാക്ഷിയിലേക്ക് ചില ശബ്ദങ്ങൾ, ചില ചിന്തകൾ ഞാൻ അവർക്ക് ഒന്ന് കൊടുത്തു. അപ്പോൾ ഒരു ദിവസം ഡിസ്കഷൻ ഇരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ചിന്തകളും ചർച്ചകളും ഇതെല്ലാം കാരണക്കാരനായ ഇദ്ദേഹത്തിന് പ്രീതികരമാവും എന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശാന്തി ലയിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശാന്തിയിൽ ലയിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് നേടിത്തന്ന സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ശാന്തി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർ സമ്മതിക്കുകയില്ല. ഈ ലോകത്ത് ശാന്തി ഉണ്ടാവോ, ഐശ്വര്യം ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. അപ്പം 3ാമത്തെ ഒരു ചിന്തയ്ക്ക് മുമ്പായിട്ട് അതിനകത്ത് മൂത്ത ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറ് അങ്ങനെ ഞങ്ങളുടെ മനസ്സിന് ഒരു വേദന ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനാണ് സാറിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇത് ഉപയോഗിക്കേണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലതാണ്, പക്ഷെ ഞങ്ങളുടെ ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ നിലപാടിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല. ഫാദറിനോടുള്ള ബന്ധവും അടുപ്പവും ഫാദറിൻ്റെ ആത്മശാന്തിയും ഞങ്ങളുടെ ഐശ്വര്യവും ഇതെല്ലാം ചിന്തിക്കാൻ നല്ലതാണ്, പക്ഷെ അത് വെച്ചിട്ട് ഇതിനകത്ത് ഇടപെടുത്തണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതുപയോഗിച്ച് ഇടപെടുത്തി നിങ്ങളുടെ ഫാദറിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം നിങ്ങൾ ഈ മർക്കടമുഷ്ടിയോട് നിൽക്കുന്ന നിലപാടുകളിൽ നിന്ന് സ്വല്പം അഴഞ്ഞിട്ട് ആരെയും തോൽപ്പിക്കാനല്ല, നമുക്കത് അവസാനിപ്പിക്കാനും നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകാനും അങ്ങനെ ഒരു ഐശ്വര്യൻ കുടുംബത്തിൽ കാണാനും വേണ്ടിയിട്ടാണ്. എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വാക്ക് എൻ്റെ അടുത്തെങ്ങും എത്താൻ പറ്റുന്നില്ല. എല്ലാവരും പറയും, 3 പേരും പറയും, ഒരു സന്തോഷവും സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ചിട്ട് വർഷങ്ങളായെന്ന്. കോടിക്കണക്കിന് സ്വത്തുമുണ്ട്, എന്താ കാര്യം? അപ്പം അതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു, എനിക്കത് മാത്രമേ ഉദ്ദേശമുള്ളൂ, അത് ചിന്തിച്ചാൽ മതി. കാരണം നമുക്ക് ഇതെല്ലാം നിങ്ങളുടെ മർക്കടമുഷ്ടി പിടിക്കുന്ന കാര്യം സമ്പത്ത് കിട്ടിയിട്ട് ആ സമ്പത്ത് അനുഭവിക്കാനായിട്ടുള്ള ആയുസ് വേണം, ആരോഗ്യം വേണം, അവസരം വേണം. ഈ ആയുസ്സും ആരോഗ്യവും അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാണപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ഇത് ഞാൻ പറഞ്ഞു, ഇത് നേടിത്തന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മർക്കടമുഷ്ടി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4
സെറ്റിങ്ങിന് ശേഷം ചെറിയ മാറ്റമൊക്കെ വന്നു. അവരെ കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അടുത്ത ദിവസത്തെ ചിന്തയ്ക്കാകാം. എന്താണെങ്കിലും നമ്മുടെ മർക്കടമുഷ്ടി ഒരിക്കലും നമുക്ക് നന്മ കൈവരുത്തില്ല. മർക്കടമുഷ്ടി എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ നിത്യതയ്ക്കെതിരാണ്, ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മർക്കടമുഷ്ടി ഉപേക്ഷിച്ച് സന്തോഷം അവനവൻ്റെ മനസ്സിലേക്ക് അവനവൻ തന്നെ കൊണ്ടുവരുന്ന ഒരു ഐശ്വര്യത്തിലേക്ക് തിരിയാൻ നമുക്ക് സഹായമാവട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.